ഗൈസ്, വെടിയർച്ച എന്ന് പറഞ്ഞാൽ സോറി വിടാമുയർച്ചി പേര് പഠിക്കാൻ തന്നെ ഒരു സമയം എടുക്കും. പടത്തിന് കയറുന്നതിന് മുമ്പ് എനിക്ക് പേരറിയായിരുന്നു, പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പേരെന്തിനായിരുന്നു ഇങ്ങനെ ആലോചിച്ചതാണ്. സോറി, വെടിയർച്ചിയത്. ഇതിന്റെ മീനിങ് എന്തോ അവിടെ വിടാമുയർച്ചി സംഭവം ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്. പെർസിസ്റ്റൻസ് ഓർ ഡിറ്റർമിനേഷൻ എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെടുന്നത് വിടാമുയർച്ചി എന്ന വാക്കിന്. അഭിനയിച്ചിരിക്കുന്നവർ നമ്മുടെ സ്വന്തം തല അജിത്ത്, സോറി അങ്ങനെ പറഞ്ഞത് തെറ്റും, അജിത് കുമാർ അണ്ണൻ, ബഹുമാനമൊക്കെ കാണുമല്ലോ, വയസ്സിന് മൂത്താളല്ലേ. തൃഷ കൃഷ്ണൻ, അർജുൻ, നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ പടത്തിലുണ്ട്, അത്രേ ഉള്ളൂ. റെജീന കസാൻഡ്ര, പുള്ളിക്കാരി നൈസ് ആയിരുന്നു കേട്ടോ, എന്ന് വെച്ചാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല, എക്സ്പോസിങ് അങ്ങനെ ഒന്നുമില്ല, ബട്ട് നല്ല ഭംഗിയുണ്ട് പുള്ളിക്കാരിക്ക്, തുറന്നു പറയണേ. ആരവ് നഫീസ് ഒരു വില്ല മച്ചാനാണ്, ഒരുമാതിരി ഇഞ്ചി അടിച്ച പോലത്തെ ഒരു മോന്തയും ഗത്തില്ലാത്ത ഒരുത്തെ. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിനിമയിൽ, എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മച്ചാനെ പടത്തിൽ. സോറി, വേറെ വല്ല പടത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മകിഴ് തിരുമേനി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പുള്ളീൻ്റെ ഇന്നത്തെ പടം കയറി തടം, റെഡ്, കലക തലൈവൻ, ഗുംറ, ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. ഇതിലൊക്കെ പുള്ളി ഡയറക്റ്റ് ചെയ്താണോ അഭിനയിച്ചിരിക്കാനോ ഒന്നും അറിയില്ല. ബുക്ക് മൈ ഷോ കാണിച്ചിരിക്കുന്ന റിസൾട്ടാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ ലൈക്ക, സുഭാസ്കരൻ. പിന്നെ മ്യൂസിക് ബൈ അവറോൺ അനിരുദ്ധ്. ഓം പ്രകാശാണ് സിനിമാറ്റോഗ്രാഫി. കിട്ടില്ല സിനിമാറ്റോഗ്രാഫി. മ്യൂസിക്കും നല്ലതായിരുന്നു. സിനിമാറ്റോഗ്രാഫിന്റെ കേസ് പറയുന്നത് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ആയിക്കോട്ടെ 1-2 ഫൈറ്റ് സീക്വൻസ് ഒന്നും ഉള്ളു കേട്ടോ പടത്തിൽ. ആക്ഷൻ പടം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടത്തിന് കെട്ടിയെടുത്തത്. ട്രെയിലർ ഞാൻ മര്യാദയ്ക്കിരുന്ന് കണ്ടിച്ചുണ്ടായിരുന്നില്ല. അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ദ ടോപ്പ് തന്നെയായിരുന്നു. നമുക്ക് ഒരു നല്ലൊരു അങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. പിന്നെ മറ്റേ പാട്ടോടി ഇവിടെയായിരുന്നു തുടക്കത്തില്ല, സവഡീക്ക, അതൊക്കെ രസമുള്ള സാധനം തന്നെയായിരുന്നു. സിനിമാറ്റോഗ്രാഫി പറയുമ്പോൾ ഓം പ്രകാശിന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കാറിലുള്ള, അതിലൊരു അപ്പർ ഷോട്ട് ഉണ്ട്, കാറിന്റെ ഒരു ടോപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്തിരിക്കുന്ന സാധനം, അത് കൊള്ളായിരുന്നു. അവിടെ നമുക്ക് ആക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മച്ചാനുണ്ട്, അയ്യോ എന്തിനാ സുപ്രീം സുന്ദറാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കുറെ ഇടത്തൊക്കെ എനിക്ക് തോന്നി ഇങ്ങനെയാണോ ചെയ്തത്, കാരണം നമ്മൾ കുറെ പടത്തിലൊക്കെ പുള്ളിന്റെ ആക്ഷനൊക്കെ കണ്ട് കോരിത്തരിച്ച് ഇരുന്നിട്ടുള്ളതാണ്. ബട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആക്ഷനിലൊക്കെ ഭയങ്കര ഒരു വീക്ക് പോയിന്റ് കുറെ ഇല്ലേടെ എന്ന് തോന്നിപ്പോയി. ബട്ട് ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു, ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു പയ്യനോട്, മറ്റേ പിടിക്കുന്നു ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് എന്താ പറയാ, തലാജിത്തിന്റെ പെർഫോമൻസ് ഒക്കെ പുള്ളിയൊക്കെ എപ്പോഴും ചെയ്യണ ഒരു സാധനം തന്നെയാണ്. ഇതിലൊരു ആക്ഷൻ ആ ഒരു സംഭവം, പിന്നെ വിളയാടലാമ അങ്ങനത്തെ ചിരി കളിയൊക്കെ കുറവാണ്, കുറച്ച് സീരിയസ് ആണ് വെച്ചാൽ, തുടക്കം തൊട്ടേ സീരിയസ് ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ കാണിക്കുന്നത് തൃശേന്റെയും അജിത്തിന്റെയും ഒരു റൊമാൻറ്റിക് ട്രാക്കും, പിന്നെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സംഭവം, ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പാട്ട് കൂത്ത്, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ അരമണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീനൊന്ന് മാറുന്നത്. സീൻ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടേക്കാണ് ഇതിന്റെ പോക്കെന്ന്. ഈ നമ്മുടെ എന്തിനായിരുന്നത്, റെജീന കസാൻഡ്രയും അർജുനും കപ്പിൾസ് ആയിട്ടാണ് പടത്തില്. അവരുടെ കഥാപാത്രമൊക്കെ കുറച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കാര്യം പിടി കിട്ടി തുടങ്ങും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, അങ്ങോട്ടേക്ക് ഇനി മൊത്തം ഊമ്പലും കഞ്ഞിയുമാണ്, ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ പടം ഒന്ന് ഹൈ ആവുമെന്ന് വിചാരിച്ചു ഞാൻ. ബട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡൗൺ ആയിരുന്നു, പക്കാ ഡൗൺ ആയിരുന്നു. ഇത് എന്തോന്ന് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്നാൽ എന്താന്ന് ഒരു ക്ലിയർ കട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ബട്ട് മറ്റേ തോക്കൊക്കെ പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പുള്ളി മറ്റേ വരത്തല്ല വാതിനൊക്കെ പോലെ വല്ല പ്രൊഫഷണൽ വല്ല ആയിരിക്കും എന്നൊക്കെ പോസ്റ്ററിലൊക്കെ കണ്ടപ്പോഴത്തേക്കും. ബട്ട് അങ്ങനെയൊന്നുമല്ല, മച്ചാന് ഇടിയുമില്ല അടിയുമില്ല, ഒരു നോർമൽ ജീവിതമാണ്. ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും ഇറങ്ങും, അല്ലാതെ മറ്റേ ഡോണിന്റെ ബാക്ക് സ്റ്റോറി അങ്ങനത്തെ ആ വക ക്ലീശ എലമെന്റ്സ് ഒന്നുമില്ല പടത്തില്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് പറയാനുള്ളത് പടത്തില്, ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ വലുതായിട്ടൊന്നും തോന്നിയില്ല, സത്യസന്ധമായിട്ട് പറയണമല്ലോ, വെറുതെ ഒരു പടം. ഞാൻ ആലോചിക്കണത് ഈ തമിഴ് പടങ്ങളുടെ ഗ്രാഫ് മൊത്തത്തിൽ ഇടിഞ്ഞുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ മെയിൻ സ്റ്റാർസിന്റെ മര്യാദയ്ക്കുള്ള നമുക്ക് ടോട്ടലി കണ്ടിട്ട് പൊളി എന്ന് പറഞ്ഞ് തോന്നിയ ഒറ്റ പടം പോലും ഉണ്ടായിട്ടില്ല.
വേട്ടയാൻ എനിക്ക് ഒരു പോസിറ്റീവ് ഒരു ഇതാണ് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ഈ കൂടി പടം ഇരുന്ന് കാണാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റണ്ടായില്ല. അതേ സമയത്ത് ജയിലർ എനിക്ക് എത്ര തവണ വേണമെങ്കിലും ഇനി ഇരുന്ന് കാണാൻ പറ്റും. ആ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാൻ, ഗോട്ട്, കങ്കുവ, ഇന്ത്യൻ 2, രായൻ, ഈ പടങ്ങൾ എല്ലാം ഏറെക്കുറെ ശോകമായിരുന്നു എന്ന് പറയാം. വേട്ടയാന്റെ കേസ് കൂടെ അതൊരു ഡീസന്റ്ലി ക്രാഫ്റ്റഡ് മൂവി ഉള്ള രീതി നിർത്താം. രായൻ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, ശോകം. കങ്കുവ ശോകം, ഗോട്ട് ശോകം, പിന്നെ ഇന്ത്യൻ 2 ശോകം. അമരനും അത്യാവശ്യം നല്ല പടമായിരുന്നു. എങ്കിൽ പോലും അതൊന്നും നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. തമിഴ് പടം എന്ന് വെച്ചാൽ ഈ 23 നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തമിഴ് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും. മാർക്ക് ആന്റണിയൊക്കെ ചവറ് കൂറ സാധനമാണെങ്കിലും നമുക്കിരുന്ന് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇങ്ങോട്ടേക്ക് ഈ 2024 ഇപ്പൊ 25 തുടക്കത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല ഗൈസ്. ഈ അടുത്ത ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ മറ്റേ മച്ചാൻ മാർക്ക് ആന്റണി അടുത്ത മച്ചാന്റെ സിനിമ വരുന്നുണ്ട്. അജിത്ത് തന്നെയാണ്. അത് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തുനിവായാലും ഒരു ശോകമായിരുന്നു. അതിന് വാല്യമേ പിന്നെ പറയണ്ട, അപരാധമായിരുന്നു. അതിനു മുമ്പത്തെ കുറച്ച് ചില പടങ്ങളൊക്കെ നൈസായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയല്ലേ, ഞാൻ അജിത്തിന്റെ മൂവീസ് വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. അതില് ദീന അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു പടമില്ലടേ, അതെനിക്ക് ഇഷ്ടമാണ്. ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു കിടില ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു മോളിലോ കോഫി ഷോപ്പിലോ എവിടെ വെച്ച ഒരു ഫൈറ്റ് സീക്വൻസ്, അതൊക്കെ കിടിലായിരുന്നു. മങ്കാത്ത എല്ലാ കാലത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. വേതാളം ഞാൻ എപ്പോഴും കുറെ തവണയൊക്കെ ഇരുന്ന് കണ്ടിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് വേതാളം. ദെൻ നമ്മുടെ ഇത് വീരം, കിസിക ഭയക്കാർക്ക് ഞാൻ ഇന്ന് കരയണായിരുന്നു. ആ നല്ല പടത്തിന്റെ കൊന്നല്ല അണ്ണാന്ന് പറഞ്ഞ്. അപ്പൊ ആ ഒരു രീതിയിലാണ് അജിത്ത് എന്റെ മനസ്സിൽ. എനിക്ക് പുള്ളി അത്ര വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടൊന്നും തോന്നിയില്ല. ബട്ട് യാ, തമിഴിലിയൻസിനോ നമ്മുടെ നാട്ടിലിപ്പോ രാജവണ്ണൻ എന്ത് വാല്യൂ ആണ്. പക്ഷെ പുറത്തൊക്കെയോ സലാറില് മറ്റേ പ്രഭാസിന് കോലികളാണ് എണ്ണി കൊടുത്തത്. എന്റെ രാജവണ്ണൻ കൊടുത്ത 8 കോടിയാ 10 കോടിയാ. രാജവണ്ണും പ്രഭാസ് തമ്മിൽ ആനയാടിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ കാര്യമില്ല, അവിടെ ബ്രാൻഡ് വാല്യൂ പുള്ളിയാണ്. അപ്പൊ ഓരോ നാട്ടിലും ഇങ്ങനെ ഓരോരോ മച്ചന്മാരുണ്ട്. ഇപ്പൊ ലാലേട്ടന്റെ പടം എത്രയൊക്കെ പറഞ്ഞാലും പുള്ളി ഹൈയസ്റ്റ് പെയ്ഡ് ആക്ടറുമാണ്. പുള്ളിന്റെ പടം കാണാൻ ഫസ്റ്റ് ഡേ ഷോയ്ക്ക് എന്തായാലും ഹൗസ്ഫുൾ ആയിരിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ ഇതൊക്കെ തന്നെ. പക്ഷെ ഇതിന്റെ കേസ് വരുമ്പോ അത്ര ഒരു ഓക്കേഷ് എന്ന് പോലും പറയാൻ പറ്റൂല എനിക്ക്. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. തൃശ്ശയാണെങ്കിലും കണ്ടോണ്ടിരിക്കാം, ക്യൂട്ടാണ്, അതെ, എല്ലാ കാര്യങ്ങളും ശരിയാണ്. ബട്ട് പടത്തിലോട്ട് വരുമ്പോൾ ഒന്നുമില്ലടേ, ചുമ്മാ തൃശ്ശ ഞാൻ പറയാം ആ ഒരു 3 മണിക്കൂർ എന്തോ പടത്തിലുള്ളൂ, കുറച്ചു നേരം ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്തിന് ഇത് പോയി പടം പിന്നെ പറഞ്ഞു വിടാമുയർച്ചി, ആ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പറയാൻ വിട്ട 2 കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തില് സംഭവം നടക്കുന്നത് എവിടെ? ഉത്തരേന്ത്യ, അഫ്ഗാനിസ്ഥാനാണ്, അസർബൈജാനിലാണ് ഈ സിനിമ നടക്കുന്നത് മൊത്തത്തില്. അപ്പോൾ തമിഴന്മാർക്ക് തമിഴ് സബ്ബുണ്ട് ഈ അസർബൈജാൻ ഭാഷ പറയുമ്പോൾ. നമുക്ക് ആ ഒരു സാധനം ഇല്ല. അതെന്തല്ലേ ഇത്? നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലോട്ട് എന്തായാലും അവർ സബ് ചെയ്യൂല, ഇംഗ്ലീഷ് സബ്ബെങ്കിലും ഇതാണേ. യവന്മാർ അസർബൈജാൻ ഭാഷ പറയുമ്പോഴത്തേക്കും ഒരുമാതിരി വായുമ്പളത്താണ് ഇരുന്നത് കുറെ നേരമൊക്കെ. യവന്മാർ എന്താ പറയണമെന്ന് മനസ്സിലാവില്ല, തമിഴാണെങ്കിൽ വായിക്കാൻ അറിഞ്ഞുകൂടാ. ആ ഒരു രീതിയിൽ ചുമ്മാ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവന്മാർ ഒന്നെങ്കിൽ ആ ഒരു ഫിലിമിന്റെ ആ ഒരു ഇതിന്റെ അകത്തേക്ക് ഇംഗ്ലീഷ് സബ്ബ് വല്ലതും എടുത്തിടുക, അല്ലെങ്കിൽ ടോട്ടലി ഒരു ഇംഗ്ലീഷ് സബ്ബ് വല്ലതും കൊടുക്കുക. പിന്നെ പറയേണ്ട കാര്യമില്ല, ഇത് തമിഴന്മാരുടെ ഒരു തലവേദനയല്ല, ഇറ്റ്സ് നോട്ട് ദെയർ ഹെഡേക്ക്. പിന്നെ വേറൊരു കാര്യം, ഈ പടത്തില് രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതെന്ത് സംഭവടേ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ കഥയാണ് കാണിക്കുന്നത്, പ്രസന്റ് പടത്തിൽ കാണിക്കുന്നത്. അപ്പൊ രാവിലെ തുടങ്ങുന്ന ഒരു ജേണിയില് പിന്നെ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ. അപ്പോ അവിടെ നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ രാത്രി ആവൂലടേ. ഇത് രാവിലെയും പടം തീരണത് വരെ ആ ഒരു ഡേ ലൈറ്റിലാണ്. എന്നാ ദിവസം മാറണമെന്ന് കാണിച്ചിട്ടുമില്ല. എനിക്കത് മനസ്സിലായില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ പടത്തിൽ അവർക്ക് നല്ല രീതിയിൽ വയലൻസ് ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അതെനിക്ക് ഒരു ചോദ്യം കൂടിയാണ്. അത് എനിക്കങ്ങനെ വല്ലാണ്ട് തോന്നുന്നു. ആ കൂടെ കുറച്ച് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ, എന്നാലും അവിടെ ഒന്നും അത്ര ഒരു രീതിക്കുള്ള ഒരു ബ്രൂട്ടൽ സീൻസോ ഒരു ബ്ലഡ് ബാത്തിങ് സീൻസോ ഒരു സാധനമില്ല.
ഒരു ദിവസം വെടികൊണ്ടാ വെടികൊണ്ട് ചുമ്മാ നടക്കണം, കുറച്ച് ചോര അവിടെ ഇവിടെയൊക്കെ ഇറ്റിറ്റി കിടക്കും. ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഏതാ സീൻ ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് ബാത്തും വയലൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യായിരുന്നു. അവരെന്തുകൊണ്ട് ചെയ്തില്ല എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ ഒരു പഴയ ട്രാക്കിലാണോ നിൽക്കുന്നതെന്നാണ് എൻ്റെ സംശയം. അതും കൂടി പറയണമെന്ന് തോന്നില്ല ഈ 3 കാര്യം. മറ്റേ ഡേ ലൈറ്റ് കാര്യമൊക്കെ അത് പോട്ട്, മറ്റേ അസർബൈജാനാണ് സഹിക്കാൻ പറ്റാത്തത്.